എന്നും ആന വരാറുണ്ടോ എന്ന ചോദ്യത്തിന് வரும் 5 மணி 4 மணி 5 മണി 4 മണിക്ക് എന്താ എങ്ക വരും പക്കത്ത് വരുമോ? பக்கம் வரும். அந்த கோயிலுக்கு வரும். കോയിലേ വരും. ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് തമിഴ്നാട് കഴിഞ്ഞ് 2 വനമേഖല കഴിഞ്ഞ് കർണാടകയിലെത്തി. അവിടെ നിന്ന് കർണാടക ബസ്സിൽ ഒരു മല മുകളിലേക്ക് യാത്ര ചെയ്ത് ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു ക്ഷേത്രവും അതിൻ്റെ ഹിൽസും കാണാൻ പറ്റും. ഇതൊക്കെ ലൈഫ് ടൈമിൽ ഒരു തവണ നമ്മൾ പോയി കാണേണ്ട, മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ. ഹായ്, നമസ്കാരം, ആസൂസ് ആണ്. ഇന്ന് എൻ്റെ ആക്റ്റീവ് എടുത്ത് നമ്മൾ പോകുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനകത്ത് 1500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയുണ്ട്, ഹിമവത് ഗോപാലസ്വാമി ബേട്ട. ആ കുന്നും ആ ക്ഷേത്രവും നിങ്ങൾ കാണിച്ചു തരാനുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുക കേട്ടോ. രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങി കേരളത്തിൽ നിന്നും ഗൂഡല്ലൂർ വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ മുതുമല ബന്ദിപ്പൂർ വനമേഖലയൊക്കെ ഞങ്ങൾ കടന്ന് ഗുണ്ടൽപേട്ടിന് ഒരു 10 കിലോമീറ്റർ മുമ്പ് ഈ അങ്കള എന്ന സ്ഥലത്തെത്തുമ്പോൾ ഇടത്തോട്ട് ഒരു വഴി ഉണ്ടല്ലേ, ആ വഴിയിലൂടെയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ രാവിലെ ബൈക്ക് എടുത്തൊക്കെ പുറപ്പെടുകയാണെങ്കിൽ നമുക്കൊരു 3-3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇവിടെ എത്താൻ പറ്റും. ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാം, പക്ഷേ പോരുന്ന വഴി ഒരു രക്ഷയില്ലാന്ന് അതേ പറയാം. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആസ്വദിച്ച് പോരുമ്പോൾ പ്രത്യേകിച്ച് ക്ഷീണവും കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ നമ്മളിത് ഇവിടെ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. ഹെൽമെറ്റൊക്കെ ഞങ്ങളവിടെ വെച്ച് പോയി, ആരും കൊണ്ടുപോയത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു കവാടം കാണും. ഇവിടെ നിന്നാണ് നമുക്ക് അവരുടെ കർണാടകയുടെ RTC ബസ് കിട്ടുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരു സംശയവും വേണ്ട, അടിപൊളി ക്യൂ തന്നെയായിരുന്നു കേട്ടോ. ഈ ബസ്സിൻ്റെ ടൈമിങ് പലതും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, 1/2 മണിക്കൂർ 2 പക്ഷേ അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നുകൊണ്ട് തന്നെ ഷട്ടിൽ സർവീസ് പോലെ ബസ് ഓടുന്നുണ്ടായിരുന്നു. നമ്മളെന്ത് ചെയ്യാം, ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 4 പേർക്ക് 200 സംതിങ് രൂപയാണ് ആയത്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ആദ്യം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ബസ്സിൽ കയറാനുള്ള ചെറിയ ശ്രമം നടത്തി. ഇതൊക്കെ എത്ര കണ്ടവനാണെന്ന് പറഞ്ഞ് വേപിച്ചെന്ന് തന്നെ ഞാനും നോക്കട്ടെ എൻ്റെ കൈ എന്ന് പറഞ്ഞിട്ട് അവൻ നോക്കി. അവസാനം ആരോ ചന്തയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ ചിരിച്ചുകൊണ്ട് പിന്നെ അവൻ തിരിച്ചു വന്നു. അടുത്ത ട്രിപ്പ് ഇങ്ങനെയൊക്കെ ബസ്സിൽ കയറേണ്ട അവസ്ഥ അന്ന് വന്നിട്ടുണ്ട്. നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ബാക്കിലൊക്കെ സീറ്റ് പിടിച്ച് ഞങ്ങളിത് ആ ഒരു കുന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണിത്. കാടിനുള്ളിലൂടെയാണ് യാത്ര, അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്ക് ഭയങ്കര ഭംഗിയാണ്. ബസ്സിലിരിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും പുറത്തേക്ക് ഇട്ടുകൊണ്ട് കാണുക, നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അങ്ങനെ 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ശ്രീ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം മനോഹരമായ കാഴ്ചക്കുള്ള ഒരു സ്ഥലം കൂടിയാട്ടെ. ഇവിടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4770 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. 14-ാം നൂറ്റാണ്ടിൽ രൂപം പ്രാപിച്ചു. അഗസ്ത്യ എന്ന ഋഷി പ്രതിഷ്ഠിച്ച ഗോപാലസ്വാമി അല്ലെങ്കിൽ കൃഷ്ണനാണ് ഈ ദേവാലയം സമർപ്പിച്ചിട്ടുള്ളത്. ഈ ദേവാലയത്തിൻ്റെ ചുറ്റുമാണ് നിങ്ങൾ ആ കാഴ്ച കാണാനുള്ളത്. ഈ കുന്നുകൾക്ക് ഇത്രത്തോളം ഭംഗിയുണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വെയിലാണെങ്കിൽ കാറ്റ് വീശും, മഞ്ഞ് വരും, പിന്നെ മഴ വരും, അങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാറുണ്ട്. வரும் 5 மணி 4 மணி 5 മണി 4 മണിക്ക് എന്താ എങ്ക വരും, പക്കത്ത് വരുമോ? பக்கம் வரும். அந்த கோயிலுக்கு வரும். കോയിലേ വരും. ഈ പറഞ്ഞത് തള്ളല്ല കേട്ടോ. അവിടെ എല്ലാ ദിവസവും അധിക ദിവസവും ഒരു ആന വരാറുണ്ട്. ഏകദേശം വൈകുന്നേര സമയങ്ങളിലാണ് ആന വരാറ് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഈ സമയത്ത് ഉച്ച സമയത്ത് പോയത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേങ്കിൽ പലരുടെയും വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ടൈമിംഗ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് മാത്രം അങ്ങോട്ട് പോവുക. ഞാൻ ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കുന്നില്ല. പക്ഷേ അവിടുത്തെ പ്രസാദം, അതായത് അവിടുത്തെ ആ ഒരു പായസവും അവർ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ചോറും ഒരു റൈസും അവിടെ നമുക്ക് കിട്ടും. ഭയങ്കര രസമാണ്. ഒരു മടിയും കൂടാതെ ഇവിടെ നിങ്ങളുടെ ജാതിയോ മതമോ ഒന്നും ഇവർ ചോദിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. AD 1315 ചോളബല്ലാൽ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. പിന്നെ മൈസൂരിലെ രാജാക്കന്മാരൊക്കെ ഇത് നല്ല രീതിയിൽ പരിപാലിച്ചു പോന്നു എന്നുള്ളതാണ് ചരിത്രം. നിങ്ങൾ ഇവിടെ പോവണം, മസ്റ്റായിട്ടും നിങ്ങൾ ഒരു തവണ ഈ ക്ഷേത്രം കാണാൻ പോവണം കേട്ടോ. അങ്ങനെ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ളത് കൊണ്ട് തന്നെ
അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോഴും ഒരുപാട് പേര് ലൈനിൽ നിന്ന് കയറാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ എപ്പോൾ പോകണം എന്നുള്ളതാണ്. രാവിലെ 8 മണിക്ക് ഓപ്പൺ ആകുമ്പോൾ കയറാൻ പറ്റിയാൽ അതൊരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലോസിങ് ടൈം വരെ അവിടെ നിൽക്കാൻ കണ്ട് തന്നെ പോകണം. കാരണം മഞ്ഞ് മാറുന്നതും മഞ്ഞ് വരുന്നതും കാലാവസ്ഥ മാറുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ദിവസം കൊണ്ടാണ് നിങ്ങൾക്കിത് പോയി തിരിച്ചു വരാൻ പറ്റുക. 2 വനമേഖലയും നമ്മൾ കിടക്കണം. അപ്പോൾ ആ വനമേഖലയിൽ ഒരുപാട് ടൂറിസ്റ്റ് സഫാരികളുണ്ട്. അതും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. അതെങ്ങനെ പോകുമ്പോഴാണെന്നറിയോ, നമ്മൾ നിലമ്പൂർ വഴിക്കടവ് നാടുകാണി വഴി ഗുഡല്ലൂർ വഴി പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് പോയി വരാൻ പറ്റും. ഫാമിലിയും കൊണ്ട് പോകട്ടോ, ഒരു സംശയമില്ല. അധിക ദൂരമൊന്നുമില്ല. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് നിന്ന് എനിക്ക് അതിൽ കാണിച്ചത് ഏകദേശം 130 കിലോമീറ്ററാണ് മാക്സിമം. അത്രേ ഉള്ളൂ. അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയി കാണാൻ പറ്റും. ലൈഫിൽ ഒരു തവണ ഈ ഒരു യാത്ര ബൈക്കിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി അട്രാക്റ്റീവ് ആവും. അടുത്ത എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലങ്ങൾക്കുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ബൈ.